നമ്മൾ ഇക്വേഷൻ റെഡ്യൂസിബിൾ ടു സെപ്പറബിൾ ഫോമാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. അതായത് ഇക്വേഷനെ ചില ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സെപ്പറബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇക്വേഷനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ടൈപ്പ് 1 പഠിച്ചു കഴിഞ്ഞിരുന്നു. ഇനി അടുത്ത ഇക്വേഷൻ അടുത്ത ഫോം എന്ന് പറയുന്നത് ടൈപ്പ് 2 ആണ്. ഇപ്പോൾ ടൈപ്പ് 2 ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ടൈപ്പ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ ഇക്വേഷൻ ഓഫ് ദ ഫോം dy/dx ഈസ് ഈക്വൽ ടു ax പ്ലസ് by പ്ലസ് l ഡിവൈഡഡ് ബൈ k ഇൻറ്റു ax പ്ലസ് by പ്ലസ് m. The above equation can be converted into a separable equation എന്ന് പറയും. ഓക്കെ, അപ്പോൾ അടുത്ത ഫോമായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്. ഒരു ഇക്വേഷൻ ഓഫ് ദ ഫോം dy/dx ഈസ് ഈക്വൽ ടു ax പ്ലസ് by പ്ലസ് l ഡിവൈഡഡ് ബൈ k ഇൻറ്റു ax പ്ലസ് by പ്ലസ് m എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എങ്കിൽ ആ ഇക്വേഷനെ നമുക്ക് എന്ന് പറയുന്നത് എന്താക്കി മാറ്റാൻ പറ്റും, ഒരു സെപ്പറബിൾ ഇക്വേഷൻ ആക്കിയിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണ്? ബൈ യൂസിങ് ദ സെപ്പറബിൾ ഇക്വേഷനായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും ബൈ ദ സബ്സ്റ്റിറ്റ്യൂഷൻ ax പ്ലസ് by ഈസ് ഈക്വൽ ടു u എന്ന് പറയുന്നതാണ്. ബൈ ദിസ് സബ്സ്റ്റിറ്റ്യൂഷൻ വി ഗെറ്റ് നമ്മൾ ax പ്ലസ് by എന്ന് പറയുന്നത് ഇസ് ഈക്വൽ ടു u എന്നുള്ളത് തൊട്ട് മുകളിലുള്ള ആ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറും, 1/b ഇൻറ്റു du/dx മൈനസ് a/b വിച്ച് ഇസ് ഈക്വൽ ടു u പ്ലസ് l ഡിവൈഡഡ് ബൈ ku പ്ലസ് m എന്ന് പറയുന്ന ഫോമിലോട്ട് വരും. വിച്ച് ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു എ വേരിയബിൾ സെപ്പറബിൾ ഫോം. ഇതിനെ നമുക്കൊരു വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു സംശയം വന്നിട്ടുണ്ടായിരിക്കാം, എന്താണ് ഈ 1/b du/dx മൈനസ് a/b വിച്ച് ഇസ് ഈക്വൽ ടു u പ്ലസ് l ഡിവൈഡഡ് ബൈ ku പ്ലസ് m എന്നിങ്ങനെ വന്നെന്ന്. അതായത് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഒരു ax പ്ലസ് by ഈസ് ഈക്വൽ ടു u അല്ലേ, നമ്മൾ അതിനാണുള്ള സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പം ഈ ഒരു ഇക്വേഷനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. ഇതിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് നമ്മൾ dy/dx എന്ന് പറയുന്നത് നോക്കുക. അതേമാതിരി തന്നെ നമ്മൾ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണ്, dy/dx ഇസ് ഈക്വൽ ടു ax പ്ലസ് by പ്ലസ് l ഡിവൈഡഡ് ബൈ k ഇൻറ്റു ax പ്ലസ് by പ്ലസ് m എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ യുവിന് പകരം എന്ത് കൊടുക്കും, ax പ്ലസ് byക്ക് പകരം u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും ഇവിടെ അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും, u പ്ലസ് l എന്ന് വരും. അതേമാതിരി തന്നെ ഇവിടെ ഈ k ഇൻറ്റു ax പ്ലസ് by എന്നുള്ളിടത്ത് നമ്മൾ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഈ രണ്ട് dy/dxകളും ഇക്വേറ്റ് ചെയ്തിട്ടാണ് നമുക്കത് എന്ത് കിട്ടുന്നത്, അതായത് ഈ ഒരു ഫോം കിട്ടുന്നത്. എന്ത് ഫോമാ, 1/b ഇൻറ്റു du/dx മൈനസ് a/b ഈസ് ഈക്വൽ ടു u പ്ലസ് l ഡിവൈഡഡ് ബൈ ku പ്ലസ് m എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതൊരു പ്രോബ്ലം തന്നു കഴിഞ്ഞ് കഴിഞ്ഞാലും നമുക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ഇങ്ങനെ തന്നെ വരിക, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് മാത്രമേ തരുള്ളൂ. ആ ഒരു ഫോം അതായത് ആ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കണം ഇത് ഡയറക്റ്റ് സെപ്പറബിൾ ഫോം ആണോ, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ സെപ്പറബിൾ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രോബ്ലം നമ്പർ 8 പ്രോബ്ലം പറയുന്നത് ഇങ്ങനെയാണ്, സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ 2x മൈനസ് 4y പ്ലസ് 5 into y dash is equal to 2x minus 4y plus 5 into y dash plus x minus 2y plus 3 is equal to 0. ഓക്കെ, അപ്പം നമ്മുടെ കയ്യിൽ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. എന്താ ഉള്ളത്, 2x മൈനസ് 4y പ്ലസ് 5 ഇൻറ്റു y ഡാഷ് പ്ലസ് എക്സ് മൈനസ് 2y പ്ലസ് 3 ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഏതൊരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാലും നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക, അതിനൊന്നൊരു റെഡ്യൂസ് ചെയ്തിട്ട് എഴുതാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഹിൻറ്റ് കിട്ടും. അങ്ങനെ ആ കിട്ടുന്ന ഹിൻറ്റ് വെച്ചിട്ട് നമ്മൾ ഇത് ഏത് ഫോമാണ്, സെപ്പറബിൾ ഫോമാണോ അതോ ടൈപ്പ് 1 ആണോ ടൈപ്പ് 2 ആണോ എന്നൊക്കെ നമ്മൾ നോക്കുക അല്ലേ. അപ്പോൾ നമുക്കിവിടെ അറിയാം ഈ ഒരു ഇക്വേഷനിൽ y ഡാഷിന് പകരം dy/dx കൊടുക്കുക. സോ dy/dx ഇസ് ഈക്വൽ ടു എന്തായിട്ട് മാറും, മൈനസ്
മൈനസ് ഓഫ് എക്സ് മൈനസ് 2y പ്ലസ് 3 വോൾ ഡിവൈഡഡ് ബൈ 2x മൈനസ് 4y പ്ലസ് 5 എന്ന് പറയും. അതായത് ഈ ഒരു ടേമിനെ നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ മൈനസ് ഓഫ് ദാറ്റ് ടേം ആവും. പിന്നെ ഇവിടെ ഇൻറ്റു ഈ ഒരു ടേം എന്ന് പറയുന്നത് അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും ഡിവൈഡഡ് ബൈ എന്നുള്ള ടേം വരും. ഓക്കെ, പിന്നെ ഈ ഒരു ഇക്വേഷൻ നോക്കിക്കേ. ഈ ഒരു ഇക്വേഷനിൽ മുകളിൽ നമുക്കൊരു എക്സ് മൈനസ് 2y കാണാനുണ്ട് അല്ലേ. അതേമാതിരി തന്നെ നമുക്ക് താഴെ നമ്മൾക്കിവിടെ ഒരു 2 കോമൺ എടുത്ത്, അതായത് 2xലും 4yയിലും ഒരു 2 ഉണ്ട്, അതൊരു കോമൺ എടുത്ത് കഴിഞ്ഞാൽ 2 ഇൻറ്റു എക്സ് മൈനസ് 2y എന്ന് പറയുന്ന ടേം അവിടെയും കിട്ടില്ലേ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇതൊരു ടൈപ്പ് 2 മാതിരിയാണ് അല്ലേ. ഈ തന്നിരിക്കുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ ടൈപ്പ് 2 എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഫോമാണ്. അപ്പം ഇനി അത് പ്രകാരം നമുക്ക് അത് വെച്ചിട്ട് ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും? അതായത് വേരിയബിൾ സെപ്പറബിളിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും എന്ന് പറയും അല്ലേ. അപ്പോൾ നമ്മളിതിനെ ഒന്നുകൂടി ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാണ്. തന്നിരിക്കുന്ന ഇക്വേഷൻ എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതി? dy/dx is equal to മൈനസ് ഓഫ് x minus 2y plus 3 whole divided by 2 into x minus 2y plus y എന്ന് പറയുക. put it as equation number 1. ഓക്കെ, ഇങ്ങനെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? എക്സ് മൈനസ് 2y is equal to u എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്താ കൊടുക്കേണ്ടത്? എക്സ് മൈനസ് 2y is equal to u എന്ന് പറഞ്ഞു. ഇനി ഈ തന്ന എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു യു എന്നുള്ളതിനെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. എങ്ങനെ? വിത്ത് റെസ്പെക്ട് ടു എക്സ്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. എക്സ് മൈനസ് 2y ഈസ് ഈക്വൽ ടു യു എന്നുള്ളതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ഏതിലാണ്? വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഇവിടെ ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം നമ്മളിതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാണ്. അപ്പോൾ അതാണ് ഇവിടെ d/dx ഓഫ് എക്സ് മൈനസ് 2y വിച്ച് ഈസ് ഈക്വൽ ടു du/dx വിച്ച് ഇംപ്ലൈസ് d/dx ഓഫ് എക്സ്. d/dx ഓഫ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വരിക? 1 അല്ലേ. അപ്പോൾ അത് ഒരു 1 വന്നു. 1 മൈനസ് d/dx ഓഫ് 2y അല്ലേ. എന്താ d/dx ഓഫ് 2y എന്താ വരിക? 2 കോമൺ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ 2 ഇൻറ്റു dy/dx വരും അല്ലേ. അപ്പോൾ അതെന്തായി? ആ ടേം എന്ത് വരും? 1 മൈനസ് 2 ഇൻറ്റു dy/dx എന്ന് വന്നു അല്ലേ. പിന്നെ നമ്മൾ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എന്താ പറ്റുക? du/dx എന്ന് കിട്ടും അല്ലേ. നമുക്ക് എന്ത് കിട്ടി? 1 മൈനസ് 2 ഇൻറ്റു dy/dx ഈസ് ഈക്വൽ ടു du/dx എന്ന് കിട്ടി അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യുക? വീണ്ടും അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ അങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? 1 മൈനസ് du/dx ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു dy/dx. അതായത് നമുക്ക് ഇതൊന്ന് എന്താ വേണ്ടത്? അതായത് നമുക്ക് ഒരു ഇക്വേഷൻ ഉണ്ട്, u is equal to എക്സ് മൈനസ് 2y. അതിന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ, എന്നിട്ട് അതിൽ നിന്ന് dy/dx കാൽക്കുലേറ്റ് ചെയ്യുക. അതാണ് നമ്മുടെ എയിം അല്ലേ. അപ്പോൾ ഇനി ഇതിന്ന് ഒന്നുകൂടി നമ്മൾ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? dy/dx ഇസ് ഈക്വൽ ടു എന്ത് വരും? 1/2 ഇൻറ്റു 1 മൈനസ് du/dx എന്ന് വന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ നമ്മൾ ഇക്വേഷൻ നമ്പർ 1 dy/dx ഉണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ u സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ എക്സ് മൈനസ് 2yക്ക് ഇവിടെ u എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, എന്നിട്ട് രണ്ടും കൂടി ഇക്വേറ്റ് ചെയ്യുക അല്ലേ. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത് നോക്കാം. അപ്പോൾ ഇക്വേഷൻ 1 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1/2 ഇൻറ്റു 1 മൈനസ് du/dx ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് u പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2u പ്ലസ് 5 എന്ന് വരും. ഓക്കെ, എന്താ വരിക? 1/2 ഇൻറ്റു 1 മൈനസ് du/dx വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് ഓഫ് u പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2u പ്ലസ് 5 എന്ന് വരും അല്ലേ. ഇനി നമ്മളിവിടെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് വരും? 1/2 മൈനസ് 1/2 du/dx ഇസ് ഈക്വൽ ടു മൈനസ് u പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2u പ്ലസ് 5 എന്ന് വരും അല്ലേ. ഇനി നമ്മൾ അതിനെ വീണ്ടും കൂടി അറേഞ്ച് ചെയ്യാണ്. ഒന്നുകൂടി അറേഞ്ച് ചെയ്യുമ്പോൾ ഇത് എന്ത് വരും? 1/2 du/dx ഇസ് ഈക്വൽ ടു 1/2 പ്ലസ് u പ്ലസ് 3 ഡിവൈഡഡ് ബൈ 2u പ്ലസ് 5 എന്ന് വരും അല്ലേ. ഇനി നമുക്ക് എന്താ വേണ്ടേ? du/dx എന്നുള്ള ഫോർമുല വേണ്ടേ അല്ലേ. അപ്പോൾ du/dxന്, അതായത് ഈ du/dxന് ഇവിടെ നിർത്തി ബാക്കിയുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എന്ത് വരും? 2u പ്ലസ് 5. നമ്മൾ ആദ്യം ഇതിനൊന്ന് എന്ത് ചെയ്യുന്നുണ്ട്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അറേഞ്ച് ചെയ്ത് എഴുതുന്നു. എന്നിട്ട് ഈ ഡിവൈഡഡ് ബൈ 2നെ ഇങ്ങോട്ട് വരുമ്പോൾ അതെന്തായിട്ട് മാറും? ഇൻറ്റു 2 ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ നമുക്കതെന്തായിട്ട് മാറും?
du by dx is equal to 2u plus 5 plus 2u plus 6 whole divided by 2 into 2u plus 5 into 2 എന്ന് പറയും അല്ലേ. അപ്പോൾ ഇവിടെ ഒരു ഇൻറ്റു 2ഉം ഡിവൈഡഡ് ബൈ 2യുടെയും ക്യാൻസൽ ചെയ്ത് പോയി. ഇനി നമ്മൾ 2യും 2u കൂടി ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും, നമുക്ക് 4u വരും. അതുമാതിരി തന്നെ 5 plus 6 ആഡ് ചെയ്യുമ്പോൾ 11 വരും. അപ്പോൾ അതെന്തായിട്ട് മാറി, 4u plus 11 whole divided by 2u plus 5 എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, du by dx which is equal to 4u plus 11 whole divided by 2u plus 5 എന്ന് കിട്ടി അല്ലേ. അപ്പോൾ അതായിരുന്നു നമുക്ക് du by dx എന്ന് കിട്ടിയത് അല്ലേ. ഇപ്പോൾ ഇനി നമുക്കിത് വേരിയബിൾ സെപ്പറബിൾ ഫോമിലേക്ക് എത്തിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമ്മളിത് എന്ത് ചെയ്താൽ മതി, ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതുക. അറേഞ്ച് ചെയ്ത് എഴുതിയതിന് ശേഷം നമുക്ക് വേരിയബിൾ സെപ്പറബിൾ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഞാനിതിനൊന്ന് അറേഞ്ച് ചെയ്ത് വേരിയബിൾ സെപ്പറബിളിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. എങ്ങനെ കൺവേർട്ട് ചെയ്ത്, അതായത് 2u plus 5 ഡിവൈഡഡ് ബൈ 4u plus 11 ഇൻറ്റു du ഈസ് ഈക്വൽ ടു dx. അതായത് ഇവിടെയുള്ള ഡിവൈഡഡ് ബൈന് ഇങ്ങോട്ട് കൊടുന്നു, അപ്പോൾ അത് എന്തായിട്ട് മാറി, ഇൻറ്റു ആയിട്ട് മാറി. ഇവിടെയുള്ള ഇൻറ്റു എന്നുള്ളത് ഇക്വേഷൻ അപ്പുറത്തേക്ക് വരുമ്പോൾ എന്തായി, ഡിവൈഡഡ് ബൈ ആയി. ഈ dxനെ നമ്മൾ ഇപ്പുറത്തോട്ട് കൊടുന്നു. ഇത്രയേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ. അതാണ് നമുക്ക് 2u plus 5 ഡിവൈഡഡ് ബൈ 4u plus 11 ഇൻറ്റു du ഈസ് ഈക്വൽ ടു dx. ഇനി നമ്മൾ കാൽക്കുലേഷൻ്റെ ട്രിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇനി ഞാൻ ഈ ഇക്വേഷൻ്റെ രണ്ട് സൈഡിലും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറി, 2 ഇൻറ്റു 2u plus 5 ഡിവൈഡഡ് ബൈ 4u plus 11 ഇൻറ്റു du വിച്ച് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു dx എന്ന് കിട്ടി അല്ലേ. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് അത് നമ്മൾ എഴുതുമ്പോൾ എന്ത് വരും, 4u plus 10 ഡിവൈഡഡ് ബൈ 4u plus 11 ഇൻറ്റു du ഈസ് ഈക്വൽ ടു 2 dx നമുക്ക് കിട്ടി. ഓക്കെ, ഇനി ഞാൻ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിൽ ഒരു 1 ആഡ് ചെയ്യുകയും ചെയ്യാണ്, അതേമാതിരി 1 സബ്സ്ട്രാക്ട് ചെയ്യുകയും ചെയ്യാം അല്ലേ. 1 ആഡ് ചെയ്യുകയും ചെയ്തു, ഞാനത് സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്തു. അപ്പോൾ അവിടെ വേറെ ചേഞ്ച് ഒന്നും വരുന്നില്ല. അപ്പോൾ അതെന്താണ്, കറക്റ്റാണ് അല്ലേ. അപ്പോൾ നമുക്കതിന് എന്തായിട്ട് മാറി, അതാണ് അടുത്ത സ്റ്റെപ്പ്. 4u plus 10 plus 1 minus 1 divided by 4u plus 11 into du is equal to 2 dx എന്ന് നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ ഇനി അതിനെ ഒന്നുകൂടി ഞാൻ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും, 4u plus 11 minus 1 divided by 4u plus 11 du which is equal to 2 dx എന്ന് പറയും അല്ലേ. അപ്പോൾ ഈ 4u plus 11 divided by 4u plus 11 എന്ന് പറയുമ്പോൾ 1 ആയിട്ട് മാറും. പിന്നെ -1/4u plus 11, അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ത് വരുന്നത്, 1 - 1/4u plus 11 du ഈസ് ഈക്വൽ ടു 2 dx എന്ന് പറഞ്ഞു അല്ലേ. ഇപ്പം നമുക്ക് ഏകദേശമൊക്കെ കിട്ടി. ഇനി നമ്മളിതിനെ എന്ത് ചെയ്യാണ്, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുക. സൊല്യൂഷൻ കണ്ടുപിടിക്കണ്ടേ അല്ലേ. സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് മാറി, ഇൻ്റഗ്രൽ 1 - 1/4u plus 11 ഇൻറ്റു du വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 dx എന്ന് പറഞ്ഞു അല്ലേ. ഇനി നമ്മൾ ഇൻ്റഗ്രൽ എന്ത് ചെയ്യാണ്, സ്പ്ലിറ്റ് ചെയ്യാണ്. അപ്പോൾ എന്ത് വരും, ഇൻ്റഗ്രൽ 1 ഇൻറ്റു du മൈനസ് ഇൻ്റഗ്രൽ 1/4u plus 11 du വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 dx എന്ന് പറയും അല്ലേ. അപ്പോൾ ഇൻ്റഗ്രൽ 1 duവിനെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ എന്ത് വരിക, u തന്നെ വരും. u മൈനസ് ഇൻ്റഗ്രൽ 1/4u plus 11 du എന്നുള്ളത് എന്തായിട്ട് മാറും, 1/4 ഇൻറ്റു ln മോഡ് 4u plus 11 വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 2 dx. ഇൻ്റഗ്രൽ 2 dx വരുമ്പോൾ എന്ത് വരും, 2x പ്ലസ് കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ. അപ്പോൾ നമുക്കിതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അതെന്തായിട്ട് മാറി, u മൈനസ് 1/4 ഇൻറ്റു ln മോഡ് 4u plus 11 വിച്ച് ഈസ് ഈക്വൽ ടു 2x പ്ലസ് c എന്ന് കിട്ടി അല്ലേ. ഓക്കെ, അപ്പോൾ ഒരു മിനിറ്റ് ഇനി എല്ലാവരും ശ്രദ്ധിക്കുക. ഇവിടെ ഇൻ്റഗ്രൽ എന്ത് വന്നിട്ട് 1/4u plus 11 du, അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാത്തവർ മാത്രം ഒന്ന് ശ്രദ്ധിക്കുക. അപ്പം നമ്മളിത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ എടുത്തിരിക്കുന്നുണ്ട് ഇൻ്റഗ്രൽ 4u plus 11 du. അപ്പം നമ്മൾ ഈ 4u plus 11 നമ്മളൊരു v എന്ന് പറയാം. പൊട്ട് v is equal to 4u plus 11. ഇനി നമ്മൾ വിനെ വിത്ത് റെസ്പെക്ട് ടു യുവിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഇപ്പം എന്ത് വരും, dv/du is equal to 4 കിട്ടി. അതിന് dv is equal to 4 du എന്ന് കിട്ടി. അപ്പോൾ du is equal to എന്ത് വരും, 1/4 ഇൻറ്റു dv എന്ന് വരും അല്ലേ. അപ്പോൾ നമ്മളിതിവിടെ അതായത് duവിന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, 1/4 ഇൻറ്റു dv എന്നും അതുമാതിരി തന്നെ 4u plus 11 എന്ത് വയ്ക്കുക, v എന്നും കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ വരുമ്പോൾ ആ ഇൻ്റഗ്രൽ എന്തായിട്ട് മാറും,
അത് ഇൻ്റഗ്രൽ 1/4u + 11du ഇസ് ഇക്വൽ ടു ഇൻ്റഗ്രൽ 1/v ഇൻറ്റു 1/4dv എന്ന് വരും. ഇപ്പോൾ 1/4 കോൺസ്റ്റൻറ്റ് പുറത്തേക്ക് എടുക്കുക. അപ്പോൾ 1/4 ഇൻ്റഗ്രൽ 1/v dv. ഇൻ്റഗ്രൽ 1/v dv നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അറിയാം അല്ലേ. എന്താ റിസൾട്ട് പ്രകാരം ലോഗ് മോഡ് v ആണ്. ഇപ്പോൾ 1/4 ഇൻറ്റു ലോഗ് മോഡ് v. ഇനി വിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. വിക്ക് എന്തെന്നെ കൊടുക്കുക, 4u + 11 തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇൻ്റഗ്രൽ 1/4 ഇൻറ്റു ln mod 4u + 11 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അതായിരുന്നു നേരത്തെ അവിടെ കിട്ടിയത്. അപ്പോൾ അറിയാത്തവർ മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയില്ലേ u - 1/4 ഇൻറ്റു ln mod 4u + 11 ഇസ് ഇക്വൽ ടു 2x + a എന്ന് കിട്ടിയില്ലേ. ഇനി നമ്മളിതിനൊന്ന് അറേഞ്ച് ചെയ്യുകയാണ്. ഇപ്പം ഞാൻ ഇതിനെ ഈ ഇക്വേഷന് ത്രൂ ഔട്ടായിട്ട് ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. അപ്പോൾ അതെന്തായിട്ട് മാറും, 4u - ln mod 4u + 11 വിച്ച് ഇസ് ഈക്വൽ ടു 8x + 4c എന്ന് കിട്ടിയില്ലേ. അപ്പം നമുക്കിവിടെ യുവിലാണ് സൊല്യൂഷൻ കിട്ടിയത്. നമ്മുടെ കിട്ടിയ സൊല്യൂഷൻ യുവിലാണ്. പക്ഷേ നമുക്ക് സൊല്യൂഷൻ എന്തിലാണ് വേണ്ടത്, എക്സിൻ്റെ ടേം വൈൻ്റെയും ടേംസിൽ അല്ലേ. അപ്പം നമ്മൾ യുവിന് ആദ്യം ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് അതിനെ എന്താക്കി സെപ്പറബിൾ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്തു, എന്നിട്ട് സോൾവ് ചെയ്തു. ഇനി നമ്മൾ തിരിച്ച് എന്ത് ചെയ്യണം, ആ യുവിന് നമ്മൾ എന്താണോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ അത് തന്നെ തിരിച്ച് കൊടുക്കുക അല്ലേ. അപ്പം നമ്മൾ എന്തായിരുന്നു യുവിന് കൊടുത്തിരുന്നത്, x - 2y എന്നായിരുന്നു നമ്മൾ യുവിന് എടുത്തിരുന്നത്. ഇപ്പോൾ എന്താ പറയുക, u is equal to x - 2y സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ഈ ഇക്വേഷനിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതെന്തായിട്ട് മാറും, 4 ഇൻറ്റു x - 2y മൈനസ് ln mod 4 ഇൻറ്റു x - 2y + 11 ഈസ് ഈക്വൽ ടു 8x + 4c എന്ന് പറയും അല്ലേ. ഇനി നമ്മൾ ഈ ബ്രാക്കറ്റൊക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും, നമുക്കത് ചെയ്ത് വരുമ്പോൾ വരിക, അതായത് 4x - 8y മൈനസ് ln mod 4x - 8y + 11 വിച്ച് ഇസ് ഈക്വൽ ടു 8x + 4c എന്ന് വരും. വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 4x + 8y സ്റ്റെപ്പിൽ ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതുകയാണ്. ഇപ്പോൾ എന്ത് വരും, 4x + 8y + ln mod 4x - 8y + 11 is equal to -4c which implies that 4x + 8y + ln mod 4x - 8y + 11 which is equal to k എന്ന് കിട്ടി അല്ലേ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സൊല്യൂഷൻ. അതായത് 4x + 8y + ln mod 4x - 8y + 11 is equal to k. അപ്പോൾ പ്രോബ്ലത്തിന് ഒന്ന് കൺക്ലൂഡ് ചെയ്ത് പറയാം. നമ്മുടെ സോൾവ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ഫോമായിരുന്നു. അപ്പോൾ നമ്മളത് നോക്കി ഏത് സെപ്പറബിൾ ഫോം ആണോ നോക്കി. ഇപ്പം നമ്മൾ സെപ്പറബിൾ ഫോം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ടാണ് അത് നോക്കി. അപ്പോൾ അതല്ല, ഡയറക്റ്റ് സെപ്പറബിൾ ഫോമിലല്ല. അപ്പോൾ ഇനി അതിനെ നമുക്ക് സെപ്പറബിൾ ഫോമിലോട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. അപ്പോൾ ടൈപ്പ് 1 ആണെന്ന് നോക്കി, ടൈപ്പ് 1 അല്ല. ടൈപ്പ് 2 ആണോ നോക്കി, അതെ ടൈപ്പ് 2 ആണ്. അപ്പോൾ ടൈപ്പ് 2 വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് നമ്മൾ ഇക്വേഷൻ റെഡ്യൂസ് ചെയ്തു. എന്നിട്ട് നമ്മൾ സാധാരണ സെപ്പറബിൾ ഫോമിലേക്ക് എത്തിച്ചു. എന്നിട്ട് സോൾവ് ചെയ്തു. അപ്പോൾ സോൾവ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത് ഏത് ഫോമിലായിരുന്നു, യുവിൻ്റെ ഫോമിലല്ല, സോൾവ് ചെയ്ത ഇക്വേഷൻ യുവിൻ്റെ ടേംസിലായിരുന്നു. അപ്പോൾ ആ യുവിന് പകരം നമ്മൾ എന്തുകൂടി തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. എന്താണോ നമ്മൾ യു എടുത്തത് ആ യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പോൾ ഇവിടെ യു എന്തായിരുന്നു, x - 2y ആയിരുന്നു. അപ്പോൾ നമ്മളത് തിരിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇത്രയാണ് ഈ ഒരു പ്രോബ്ലത്തിൽ ഉണ്ടായിരുന്നത്.